സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുരാധ എഴുതിയ സ്വയം, അദ്ധ്യായം 42. പിറ്റേന്നും വന്ദനയുടെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും കണ്ടില്ല. അതേ വെറുപ്പും കൂസലില്ലായ്മയും തന്നെ. ഉമ്മ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിയതേയുള്ളൂ. വന്ദനയുടെ സമരമുറകൾ പലതായിരുന്നു. ഉമ്മയുടെ വാക്കുകൾക്ക് കാതുകൊടുക്കാതെ തലയും കുനിച്ച് മേശപ്പുറത്തോ ചുവരിലോ നഗാഗ്രം കൊണ്ട് തലങ്ങും വിലങ്ങും ചുമ്മാ കൂറിക്കൊണ്ട് നിൽക്കുക. രൂക്ഷഭാവത്തിൽ തലവെട്ടിച്ച് വിദൂരതയിൽ ഏതോ ബിന്ദുവിൽ നോട്ടമൂന്നി നിൽക്കുക. മൗനത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഒളിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ പറയുന്ന വാക്കുകളിൽ വാൾമുനയുടെ മൂർച്ചയും. താൻ അവളുടെ മനസ്സിന് തൃപ്തിയില്ലാത്തതൊന്നും ചെയ്യില്ലെന്നും അവൾക്ക് വേണ്ടി എന്തോ ത്യാഗം അനുഷ്ഠിക്കാൻ തയ്യാറാണെന്നും സ്വയം മനസ്സിലാക്കുമ്പോൾ അവളുടെ പിണക്കമൊക്കെ തീർന്നുകൊള്ളുമെന്ന പ്രതീക്ഷയോടെ ഉമ്മയെല്ലാം സഹിച്ചു, ക്ഷമിച്ചു. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങിയാൽ നേരെ ഭദ്രാലയത്തിൽ പോകണമെന്ന് നിശ്ചയിച്ചിട്ടാണ് ഉമ്മ രാവിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറപ്പെട്ടത്. യാത്ര പോയപ്പോൾ വന്ദനയുടെ കൂടെ കൊണ്ടുപോയ ക്യാമറയും പണിക്കർ സാർ നൽകിയ പണവുമൊക്കെ തിരിച്ചേൽപ്പിക്കാൻ ഒരു ചെറിയ ബാഗിലാക്കി എടുത്തിരുന്നു. സുജാതയോട് വന്ദനയിൽ വന്ന സ്വഭാവത്തെ മാറ്റത്തെക്കുറിച്ചും അവൾ യാത്ര പോയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി പറയണം. സുജാത മറ്റെല്ലാവരെയും അറിയിച്ചുകൊള്ളും. ഇതൊക്കെയായിരുന്നു മനസ്സിലെ കണക്കുകൂട്ടൽ. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ രാവിലെ എടുത്ത തീരുമാനം നടപ്പാക്കാൻ വല്ലാത്ത മടി. ഭദ്രാലയത്തിലുള്ളവരെ മുഖാമുഖം നേരിടാൻ വല്ലാത്ത സങ്കോചം. അവിടെയുള്ളവരുടെയൊക്കെ ആഗ്രഹം മറികടന്നുകൊണ്ടുള്ള തീരുമാനം എടുക്കേണ്ടി വന്നതിൽ കുറ്റബോധം. അവസാനം ക്വാർട്ടേഴ്സിലേക്ക് തന്നെ മടങ്ങി. വന്ദനയും ഭദ്രാലയത്തിൽ പോകാതെ സ്കൂൾ ബസ്സിൽ തലേ ദിവസത്തെ പോലെ നേരെ വീട്ടിലേക്ക് വരികയാണുണ്ടായത്. വന്ദനയും താനും വൈകുന്നേരം അങ്ങോട്ട് ചെല്ലാമെന്ന് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ സുജാതയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരെയും അങ്ങോട്ട് കാണാതാകുമ്പോൾ സുജാത ഫോൺ ചെയ്ത് അന്വേഷിക്കുമെന്ന് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ സന്ധ്യയായപ്പോൾ സുജാതയുടെ ഫോൺ വന്നു. ഹലോ, ഉമ്മയല്ലേ? വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ, എന്താ വരാഞ്ഞത്? ഉമ്മയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. പെട്ടെന്നൊരു മറുപടി നൽകാൻ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ ഉമ്മേ? ഉവ്, ഇങ്ങോട്ടെന്താ രണ്ടുപേരെയും കാണാത്തതെന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ. എനിക്കത് ഫോണിലൂടെ പറയാൻ. എന്താ ഉമ്മേ, എന്താ സംഭവിച്ചത്? സുജാതയുടെ സ്വരത്തിൽ ആകാംക്ഷയോടൊപ്പം ആർദ്രതയും കലർന്നിരുന്നു. ഇവിടെ ആകെ പ്രശ്നമാണ്. സുജാത നാളെ വൈകുന്നേരം ഒന്നിങ്ങോട്ട് വരുമോ? ഞാനെല്ലാം അപ്പോൾ പറയാം. ശരി. പിന്നൊരു കാര്യം, ഇന്ന് വന്ദന ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് അവളുടെ ക്ലാസ്മേറ്റ് പറയുന്നത് ശ്വേത ഇവിടെ പറയുന്നത് കേട്ടു. കട്ട് ചെയ്ത് അവൾ എങ്ങോട്ടാ പോയത്? അറിയില്ല, ഞാൻ അവളോട് ചോദിക്കാം. ഉമ്മയുടെ ശബ്ദം എന്താ വല്ലാതെ? എന്ത് പറ്റിയെന്ന് പറയൂ ഉമ്മേ. എല്ലാം ഇവിടെ വരുമ്പോൾ പറയാം. ശരി, പക്ഷെ ഒരു കാര്യം, ഉമ്മ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. എന്തായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്നേ. ഫോൺ തിരികെ യഥാസ്ഥാനത്ത് വെച്ച ശേഷം ഉമ്മ നേരെ ചെന്നത് വന്ദനയുടെ അടുത്തേക്കാണ്. ഗൗരവമായി എന്തോ വായനയിലാണ് വന്ദന. അതോ തന്നെ ഒഴിവാക്കാനുള്ള അടവോ? കഴിയുന്നത്ര സാധാരണത്വം അവലംബിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചു, നീ ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് എങ്ങോട്ടാണ് പോയത്? വന്ദന ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ പുസ്തകത്തിൽ നിന്ന് പിൻവലിക്കാതെ ഒരേ ഉരിപ്പ്. ചോദ്യം കേട്ട ഭാവം പോലുമില്ല. പുസ്തകം പിടിച്ചു മാറ്റി ഉമ്മ നീരസത്തോടെ ചോദ്യം ആവർത്തിച്ചു. ഒട്ടും വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെയായിരുന്നു വന്ദനയുടെ മറുപടി. എൻ്റെ അച്ഛൻ്റെ കൂടെ. അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പോയി. അച്ഛൻ എന്ത് പറഞ്ഞാലും നിൻ്റെ ഒരു അച്ഛൻ. ഇതുവരെ ആ മനുഷ്യൻ എവിടെയായിരുന്നു? അത് അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നിട്ടല്ലേ? അമ്മയ്ക്ക് അച്ഛനെ വേണ്ടാഞ്ഞിട്ടല്ലേ? അച്ഛന് പഠിപ്പും പണവും ഒന്നുമില്ലല്ലോ. മധുവങ്കിളിന്. വന്ദനെ, ഞാൻ പറയുന്നതാണോ തെറ്റ്? ഞാനെല്ലാം അച്ഛനോടെന്ന് പറഞ്ഞു. ഇവിടുത്തെ പുത്തൻ വിശേഷങ്ങളൊക്കെ. പരിഹാസം തുടങ്ങുന്ന സ്വരത്തിലാണ് വന്ദന പുത്തൻ വിശേഷം എന്ന് പറഞ്ഞത്. ഈ അമ്മയെ നീ മനസ്സിലാക്കിയില്ലല്ലോ മോളെ. മനസ്സ് തേങ്ങി. മേശപ്പുറത്തിരിക്കുന്ന ഫ്രെയിമിലെ ഫോട്ടോ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ്. വന്ദനയുടെ തോളിൽ കൈ ചേർത്ത് നിൽക്കുന്ന വിശ്വം. രണ്ടുപേരുടെയും മുഖത്ത് വിടർന്ന ചിരി. ക്യാമറയിൽ നിന്ന് ഫിലിം റോൾ. അപ്രതീക്ഷിതമായതിൻ്റെ രഹസ്യം അപ്പോഴതാണ്. മകൾക്ക് ഫോട്ടോയും സമ്മാനിച്ചിട്ടാണ് അയാൾ മടങ്ങിയത്. വിശ്വത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മകളോടുള്ള സ്നേഹവാത്സല്യങ്ങളാകാൻ വഴിയില്ല. എങ്കിൽ അതിന് മകൾ അച്ഛനെ തേടി കണ്ടുപിടിക്കുന്നത് വരെ ഒരച്ഛനും കാത്തിരിക്കുകയില്ലല്ലോ. ആ ഏറ്റുമുട്ടലിന് ശേഷം അമ്മയും മകളും അപരിചിതരെ പോലെ വെവ്വേറെ മുറികൾ ഒതുങ്ങിക്കൂടി. സ്നേഹശൂന്യമായ മനസ്സ് പോലെ ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ മൂകത തളം കെട്ടി നിന്നു. പിറ്റേ ദിവസം രാവിലെ മധുസാർ ഓഫീസ് ക്യാബിനിലേക്ക് കടന്നു വരുന്ന കണ്ടപ്പോൾ ഉൾക്കിടലത്തോടെ ഉമ്മ സീറ്റിൽ നിന്ന് ചാടി എണീറ്റുപോയി. ഗുഡ് മോർണിംഗ് സാർ. വിറകൊള്ളുന്ന ചുണ്ടുകൾ മന്ത്രിച്ചു. ഗുഡ് മോർണിംഗ്. എതിർവശത്തുള്ള കസേരയിലിരുന്നു കൊണ്ട് മധുസാർ ചോദിച്ചു.
ഉമ്മയ്ക്ക് എന്തോ ഗൗരവമായ പ്രശ്നം സംസാരിക്കാനുണ്ടെന്ന് സുജാത പറഞ്ഞു. എന്താണ്? വന്ദന ക്ലാസ് കട്ട് ചെയ്തെന്നൊക്കെ ശ്വേതയും പറയുന്നത് കേട്ടു. അതിനെത്രമാത്രം വേവലാതിപ്പെടാൻ എന്തിരിക്കുന്നു? ഉമ്മ 2 ദിവസം വല്ലാതെ ആയല്ലോ. ഇത്രയ്ക്ക് തൊട്ടാവാടിയാണ് ഉമ്മയെന്ന് ഞാനൊരിക്കലും കരുതിയിരുന്നില്ല. അതല്ല പിന്നെ? ഏതാനും നിമിഷം അവർക്കിടയിൽ നിശബ്ദത നിറഞ്ഞു നിന്നു. എന്താണെന്ന് പറയൂമേ. പ്രശ്നം എന്താണെന്നറിയാതെ പരിഹാരം കാണാൻ പറ്റില്ലല്ലോ. വന്ദന അവളുടെ അച്ഛനെ കണ്ടു. എപ്പോൾ? എവിടെ വെച്ച്? ഉദ്വേഗത്താൽ മധുസാറിൻ്റെ സ്വരം വല്ലാതെ ഇടറിപ്പോയി. എസ്കേഷന് പോയപ്പോൾ അവർ വിശ്വം ജോലി ചെയ്യുന്ന ഫാക്ടറിയും സന്ദർശിച്ചു. അവിടെ വെച്ച്. എന്നിട്ട്? വിശ്വം എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അവളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് എന്നോട് വല്ലാത്ത വെറുപ്പാണിപ്പോൾ. ഇതൊന്നും ഉമ്മ അത്രയ്ക്ക് ഗൗരവമായി എടുക്കേണ്ട. സത്യം എന്തെന്നറിയുമ്പോൾ അവളുടെ പിണക്കമൊക്കെ തീർന്നുകൊള്ളും. സാർ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അത്. അവൾ വല്ലാതെ മാറിപ്പോയി. പിന്നെ സാർ എന്നോട് ക്ഷമിക്കണം. അവൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യാൻ എനിക്കാവില്ല. അതായത് എൻ്റെ ജീവിത പങ്കാളിയാവാൻ കഴിയില്ലെന്ന് അല്ലേ? മധുസാറിൻ്റെ മുഖത്തെ പ്രകാശം തീർത്തും മാഞ്ഞു പോയിരുന്നു. വന്ദനയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഐ വോണ്ട് കമ്പൽ യു. എങ്കിലും ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതല്ലേ നല്ലത്. സത്യാവസ്ഥ എന്തെന്ന് വന്ദനയ്ക്ക് ഇപ്പോഴും അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഉമ്മയ്ക്കെല്ലാം അവളോട് വിശദമായി സംസാരിച്ചുകൂടെ? ശ്രമിക്കാഞ്ഞിട്ടല്ല സാർ, പക്ഷേ കേൾക്കാനുള്ള ക്ഷമ പോലും അവൾക്കിന്നില്ല എന്നതാണ് സങ്കടം. ലെറ്റ്സ് വെയിറ്റ് ഫോർ മോർ ഡേയ്സ്. അവളുടെ മനസ്സ് കുറേയൊക്കെ ശാന്തമാകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാമെന്ന അഭിപ്രായമായിരുന്നു സാറിനും. മധുസാർ പോയി കഴിഞ്ഞപ്പോൾ തുളസിയെ ഫോണിലൂടെ വിളിച്ചു. ഹലോ, ഉമ്മയാണ്. തുളസിയല്ലേ? ഉമ്മയുടെ സ്വരം തിരിച്ചറിഞ്ഞ തുളസിയുടെ ചോദ്യം, വിവാഹ തീയതി നിശ്ചയിച്ചുവോ? എന്നാണ്? അതല്ല, മറ്റൊരു പ്രധാന കാര്യം സംസാരിക്കാനാണ്. അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉമ്മയുടെ തളർന്ന ഭാവവും തുളസിയിൽ ഉത്കണ്ഠ ഉളവാക്കി. എന്താ കാര്യം? നിനക്കെന്താ കോൾഡ് പിടിച്ചോ? നീ എന്താ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് തുളസി ഞാനിപ്പോൾ. എന്തു പറ്റി? വന്ദന എസ്കേഷന് പോയപ്പോൾ വിശ്വത്തെ കണ്ടു. വിശ്വ അവളെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അയാളെ ഉപേക്ഷിച്ചു പോയെന്നാണ്. മധുസാറുമായി ഉണ്ടാകാൻ പോകുന്ന പുതിയ ബന്ധത്തെക്കുറിച്ച് അറിയുകൂടെ ചെയ്തപ്പോൾ വല്ലാത്ത വെറുപ്പാണ് അവൾക്ക് എന്നോട്. വാസ്തവം എന്താണെന്ന് നീ അവളോട് പറഞ്ഞില്ലേ? അതിനവൾ എനിക്ക് അവസരം തന്നിട്ട് വേണ്ടേ? ഇപ്പോഴും സ്റ്റഡി റൂമിൽ വാതിലടച്ചിരിപ്പാണ്. ഓ, അതൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട. സാവധാനത്തിൽ അവളുടെ പിണക്കം മാറിക്കോളും. വിവാഹ തീയതി നിശ്ചയിച്ചോ? ഇല്ല, അക്കാര്യം ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. നീ എന്ത് വിഡ്ഢിത്തമാണ് ഉമ്മയെ പറയുന്നത്? വന്ദനയ്ക്ക് സമ്മതമല്ലെങ്കിൽ പിന്നെ? വന്ദനയെക്കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. നീ അവിവേകമൊന്നും കാണിക്കാതിരുന്നാൽ മതി. ഉമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇല്ലാതായപ്പോൾ തുളസി അന്വേഷിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാണ്? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. തൽക്കാലം നീ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട. എല്ലാം നീ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. അച്ഛനെ നേരിൽ കണ്ടപ്പോഴുണ്ടായ ഷോക്ക് അല്പം ശാന്തമാകട്ടെ. ഞാൻ വന്ന് അവളോടെല്ലാം വിശദമായി സംസാരിച്ചോളാം. വിശ്വ അവളെ കാണാൻ സ്കൂളിൽ ചെന്നിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വന്ദന അയാളെ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ലെന്നേ. വന്ദനയുടെ സമ്മതം കിട്ടിയാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. വന്ദനയെ കാണാൻ വിശ്വം എന്തിനാണ് ഇവിടം വരെ വന്നതെന്നാണ് മനസ്സിലാകാത്തത്. മകളോട് ഇങ്ങനൊരു പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ അയാൾക്കൊരു ചുക്കും ചെയ്യാനാവില്ല. നീ സമാധാനിക്ക്, തുളസി ആശ്വസിപ്പിച്ചു. വൈകുന്നേരം സുജാതയും ശ്വേതയും കൂടി ക്വാർട്ടേഴ്സിൽ വന്നു. സുജാത വന്ദനയെ ബലം പ്രയോഗിച്ച് പിടിച്ച് വലിച്ചെന്ന പോലെയാണ് അരയിലിരുത്തിയത്. സ്നേഹപ്രകടനങ്ങൾക്കൊന്നും പ്രലോഭനങ്ങൾക്കും ഒട്ടും വഴങ്ങാതെ വന്ദന മുഖം കനപ്പിച്ചിരുന്നതേയുള്ളൂ. ആദ്യത്തെ മര്യാദ പോലും മറികടന്നുകൊണ്ടുള്ള പരുക്കൻ പെരുമാറ്റം കണ്ടപ്പോൾ ഉമ്മ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയെങ്കിലും കണ്ണു ചിമ്മി അടച്ചുകൊണ്ട് സഹിഷ്ണുത കാണിക്കുവാൻ ഉമ്മയെ ഉപദേശിക്കുകയായിരുന്നു സുജാത. കഴിയുന്നത്ര സാധാരണത്വം അവലംബിക്കാനായിരുന്നു സുജാതയുടെയും ശ്വേതയുടെയും ശ്രമം. ശ്വേതയോട് പോലും വന്ദന മിണ്ടുകയോ പരിചയഭാവം കാണിക്കുകയോ ചെയ്തില്ലെന്നതിൽ നിന്ന് അവളുടെ മനസ്സിലെ കാലുഷ്യം എത്ര രൂക്ഷമാണെന്ന് വ്യക്തമായിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പണിക്കർ സാറിനെയോ ഭദ്രാമ്മയും അറിയിച്ചിട്ടില്ലെന്ന് സുജാത പറഞ്ഞു. എല്ലാം കലങ്ങി തെളിയുമെന്ന പ്രതീക്ഷയിലാണത്ര മധുസാറിന്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളും കീഴ്മേൽ മറിയുന്ന സംഭവമാണ് പിന്നീടുണ്ടായത്. പിറ്റേന്ന് വൈകുന്നേരം ഉമ്മ ഓഫീസിൽ നിന്ന് മടങ്ങി ക്വാർട്ടേഴ്സിലെത്തിയിട്ടും വന്ദന സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു. പരിഭ്രാന്തിയോടെ ഉമ്മ സ്കൂളിലെ ഫോൺ നമ്പറിൽ വിളിച്ചു. സ്കൂൾ സമയത്തിന് തന്നെ വിട്ടു. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് 2 മണിക്കൂറെങ്കിലും ആയി. ഇതാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. കുട്ടികളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് സ്കൂൾ ബസ് പോലും മടങ്ങി എത്തിക്കഴിഞ്ഞു അത്രേ. അപ്പോൾ വന്ദന എവിടെ? സുജാതയെ വിളിച്ച് വിവരം അറിയിച്ച ഉടനെ മധുസാർ ക്വാർട്ടേഴ്സിലെത്തി.
വന്ദനയുടെ ഫോട്ടോ ഒരെണ്ണം കയ്യിലെടുത്തോളൂ, മധു സാർ പറഞ്ഞു. നമുക്ക് സ്കൂളിൽ പോയി നേരിട്ട് അന്വേഷിക്കാം. വന്ദനയുടെ മേശമേലിരുന്ന ഫോട്ടോ എടുത്ത് ബാഗിലിട്ട് ഉമയും പെട്ടെന്ന് കാറിൽ കയറി. വിജനമായ സ്കൂൾ. ഗേറ്റിൽ വാച്ച്മാൻ. ഓഫീസിൽ 1-2 സ്റ്റാഫ് മാത്രം. ക്ലാസ് മുറികളൊക്കെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വാച്ച്മാനെ വന്ദനയുടെ ഫോട്ടോ കാണിച്ചിട്ട് മധു സാർ ചോദിച്ചു, ഈ കുട്ടിയെ ഇപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉവ്വല്ലോ സാർ, ക്ലാസ് കഴിഞ്ഞ് ഈ കുട്ടി ഒരാളോടൊപ്പം ടാക്സി കാറിൽ കയറി പോകുന്നത് കണ്ടു. ആ ഫോട്ടോ ഒന്നുകൂടി കാണിച്ചാട്ടെ സാറേ. ആ അതെ, ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് കുഞ്ഞു പോയത്. ടാക്സിയുമായി മൂപ്പര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നാണ് പറഞ്ഞത്. 2 ദിവസം മുൻപ് അങ്ങേരുടെ വന്ന് കണ്ടിട്ടുണ്ട്. വാച്ച്മാൻ്റെ വാക്കുകളിൽ നിന്ന് നടന്ന സംഭവങ്ങൾ വ്യക്തമായി. അച്ഛൻ മകളെ വന്ന് വിളിച്ചു. മകൾ കൂടെ ഇറങ്ങിപ്പോയി. ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത സംഭവം. ഇനി എന്ത്? ഈ ചോദ്യമാണിപ്പോൾ മുമ്പിൽ. നേരിട്ട് വിശ്വത്തിൻ്റെ വീട്ടിൽ പോയി അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാലോ? വന്ദന അനുസരിക്കുമോ? ഈ അവസ്ഥയിൽ അവൾ എതിർക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ആരോടും പറയാതെ അവൾ ഇങ്ങനെ ഒളിച്ചോടുമായിരുന്നില്ലല്ലോ. ശക്തിയാകെ ചോർന്നു പോയതുപോലുള്ള ഉമ്മയുടെ ഭാവം കണ്ടപ്പോൾ മധു സാർ കരുണ കലർന്ന സ്വരത്തിൽ പറഞ്ഞു, ആദ്യമായി നമുക്ക് വന്ദന വിശ്വത്തിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ അവിടെ ചെന്ന് വന്ദനയെ മടക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കാം. ക്വാർട്ടേഴ്സിലെത്തിയ ഉടനെ മധു സാർ ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് വിശ്വം ജോലി ചെയ്യുന്ന കമ്പനിയുടെ നമ്പർ കണ്ടുപിടിച്ചു. അവിടെ വിളിച്ച് വിശ്വത്തിൻ്റെ വീട്ടിൽ നമ്പർ അന്വേഷിച്ചറിഞ്ഞു. ആദ്യം വിളിച്ചപ്പോൾ വിശ്വം എത്തിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരവിടെ എത്തിക്കാണില്ല. 3-4 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം അവിടെ എത്താൻ, ഉമ്മ പറഞ്ഞു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് വിശ്വം തന്നെയാണ്. വിശ്വനാഥൻ ഹിയർ. വന്ദന നിങ്ങളുടെ വീട്ടിലുണ്ടോ? മുഖവരി ഒന്നും കൂടാതെ മധു സാർ ചോദിച്ചു. ഉണ്ടെങ്കിലോ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഫോൺ എതിർവശത്തേക്ക് തിരിച്ചു പിടിച്ച് മധു സാർ പതിഞ്ഞ സ്വരത്തിൽ ഉമ്മയെ അറിയിച്ചു. വന്ദന ഇവിടെയുണ്ട്. പിന്നീട് ഫോണിലൂടെ സംസാരം തുടർന്നു. ഞാൻ മധു. ഞങ്ങളുടെ കമ്പനിയിലാണ് ഉമ്മ വർക്ക് ചെയ്യുന്നത്. ഓ, നിങ്ങളെപ്പറ്റി എൻ്റെ മോള് പറഞ്ഞിരുന്നു. ഉമ്മ ഇപ്പോൾ നിങ്ങളുടെ കീപ്പാണല്ലോ. അല്പം കൂടി മര്യാദയായി സംസാരിക്കണം മിസ്റ്റർ. നിങ്ങളുടെയൊക്കെ അടുത്ത് ഈ മര്യാദ തന്നെ ധാരാളം. ഷോവ് മടക്കിക്കൊണ്ട് മധു സാർ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം. വന്ദനയെ നിങ്ങൾ എന്നോടൊപ്പം അയക്കണം. നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. അവൾ വരട്ടെ. ആ നിഷേധി ഉമാദേവി. ഞങ്ങൾ തമ്മിൽ ചില കണക്കുകൂട്ടൽ ഇനിയും ബാക്കിയുണ്ട്. എന്ത് കണക്കുകൾ? അത് ഞാൻ അവളോട് നേരിൽ പറഞ്ഞോളാം. നിങ്ങളതിൽ ഇടപെടേണ്ട. വിശ്വം ഫോൺ കട്ട് ചെയ്തു. ഫോണിലൂടെ വിശ്വവുമായി നടന്ന സംഭാഷണം മധു സാർ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഉമ്മയുടെ മനസ്സ് വിഗ്രഹമില്ലാത്ത ശ്രീകോവിൽ പോലെ ശൂന്യമാവുകയായിരുന്നു. അധ്യായം 43. ആശ്രമത്തിലെ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന പ്രാർത്ഥനയുടെ സംഗീതത്തിൻ്റെ ഈണം ഒരു സ്വാന്തനം പോലെ ഉമ്മയെ തഴുകി. 4 ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രശാന്തിയുടെ തീരത്ത് അഭയം തേടുമ്പോൾ വേദനയുടെ പാരമ്യത്തിലെത്തിയ മരവിപ്പായിരുന്നു മനസ്സിനും ശരീരത്തിനും. ജീവിതം തന്നെ ഒരു ഭാരമാണെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ഒരു മുന്നറിയിപ്പുമില്ലാതെ അടിമുടി തകർന്ന ഭാവവുമായി ആശ്രമത്തിലേക്ക് കയറി ചെന്നപ്പോൾ സുശീല ടീച്ചർ അത്ഭുതാതീതയായി. നടന്ന സംഭവങ്ങളെല്ലാം അറിയിച്ചപ്പോൾ ഈ തോളിലും കൈയമർത്തി കരുണാർദ്രമായ സ്വരത്തിൽ ടീച്ചർ ചോദിച്ചു, ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനോദാർഢ്യം കാണിക്കാറുള്ള നീ ഇപ്പോൾ? ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അവരുടെ ചുമലിൽ ശിരസ് ചേർത്തുകൊണ്ട് ഉമ്മ തേങ്ങി. എൻ്റെ മോള് പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ സഹിക്കാനാവുന്നില്ല ടീച്ചർ. അതാണ് ലോകം. നിന്നെ മനസ്സിലാക്കുവാൻ വിശ്വത്തിന് കഴിഞ്ഞുവോ? നിൻ്റെ മറ്റു ബന്ധുക്കൾക്ക് കഴിഞ്ഞുവോ? പക്ഷേ എൻ്റെ മോള്, അവളെ പിരിഞ്ഞ് ഞാനെങ്ങനെ ജീവിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വന്ദനയെ നിർബന്ധിച്ച് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നാൽ നിനക്ക് അവളുടെ സ്നേഹം വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല, അവളെന്നെ വെറുക്കുകയുള്ളൂ. അതെ, ആ സ്ഥിതിക്ക് അവളെ കുറച്ചു നാളേക്കെങ്കിലും അവളുടെ ഇഷ്ടത്തിന് വിടുകയല്ലേ നല്ലത്. ടീച്ചറുടെ ഉപദേശം ന്യായയുക്തമാണെങ്കിലും വന്ദനയുടെ ഭാവിയെക്കുറിച്ച് തീവ്രമായ ഉത്കണ്ഠ തോന്നി. വിശ്വത്തിൻ്റെ രക്ഷാകർതൃത്വത്തിൽ അവളുടെ വിദ്യാഭ്യാസം, വ്യക്തിത്വം എന്നിവയൊക്കെ മുരടിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമായിരുന്നു തനിക്കവൾ. എന്നാൽ വിശ്വത്തിന് വേറൊരു കുടുംബമുണ്ട്. അതിനിടയിൽ വന്ദന ഒരധികപ്പറ്റാവാൻ ഏറെ നാൾ വേണ്ടി വരില്ല. വിശ്വത്തിൻ്റെ തേനൂറുന്ന വാക്കുകൾക്ക് പിന്നിലെ ചതിയെക്കുറിച്ച് അവൾക്കെന്തെങ്കിലും മനസ്സിലാകാതിരിക്കില്ല. പക്ഷേ അപ്പോഴേക്കും അവളുടെ ഭാവിയെ തന്നെ ഈ കൂടുമാറ്റം പ്രതികൂലമായി ബാധിച്ചേക്കും. വർഷാവസാന പരീക്ഷയ്ക്ക് ഏതാനും ആഴ്ചകൾ മാത്രമുള്ളപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോന്നത്. പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഈ അധ്യയന വർഷം തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഒരു ബലപരീക്ഷണം തന്നെ നടത്തിയിട്ടുണ്ടാവും. വിശ്വത്തിൻ്റെ വീട്ടിൽ നിന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ ഒരു അവസാന ശ്രമം നടത്തിയാലോ എന്ന് പോലും തോന്നിപ്പോകും. പിന്നീട് വരും വരായ്കകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതയാകും. വന്ദന വിശ്വത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന വിവരം അറിയിച്ചപ്പോൾ എത്രയും വേഗം വിശ്വത്തിൻ്റെ വീട്ടിൽ ചെന്ന് വന്ദനയെ മടക്കിക്കൊണ്ടുവരാനുള്ള പൂർണ്ണ ചുമതല തുളസി ഏറ്റെടുത്തതാണ്. കുറച്ച് ദിവസം കൂടി ക്ഷമിക്കുവാൻ അവളെ അന്ന് ഉപദേശിച്ചെങ്കിലും പിറ്റേന്നായപ്പോൾ ഉമ്മയ്ക്ക് ക്വാർട്ടേഴ്സിലെ അന്തരീക്ഷം അസഹ്യമായി തോന്നുവാൻ തുടങ്ങി. സ്വന്തം ജീവിതം പോലും നിരർത്ഥകമായി തോന്നിയ ആ അഭിശപ്ത നിമിഷത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചത് ഈ ആശ്രമത്തിൻ്റെ തണൽ തേടിയാണ്. സുശീല ടീച്ചറുടെ സവിധത്തിലേക്കാണ്. ജാനു അമ്മായും കൂടെ വന്നിട്ടുണ്ട്. സുജാതയെ ഫോൺ വിളിച്ച് ആശ്രമത്തിലേക്ക് പോവുകയാണെന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ യാത്രയെക്കുറിച്ച് അറിയിക്കാൻ തുളസിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്തു. ആശ്രമത്തിലെ ശാന്തമായ അന്തരീക്ഷം കലങ്ങി മറിഞ്ഞ മനസ്സിന് ഒട്ടൊരാശ്വാസം പകർന്നു. രാവിലെ കുറേ നേരം ക്ഷേത്രാങ്കണത്തിലെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കും. സുശീല ടീച്ചർക്ക് ഒഴിവുള്ള സമയമാണെങ്കിൽ കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിക്കും. അല്ലാത്തപ്പോഴൊക്കെ ഏകാന്തതയെ ഉപവസിച്ചുകൊണ്ട് വന്ദനയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി സ്വന്തം മുറിയിൽ ഒതുങ്ങിക്കൂടും. അനുഭവങ്ങളിലൂടെ ഉരുകിത്തിളച്ച് മനസ്സിനിപ്പോൾ പുതിയ രൂപഭാവങ്ങൾ കൈവന്നിരിക്കുന്നു. ഒരിക്കലും കൈവിടാതിരുന്ന ആദർശങ്ങളും തത്വങ്ങളുമൊക്കെ അർത്ഥശൂന്യമോ എന്നുപോലും തോന്നി തുടങ്ങിയിരിക്കുന്നു. യുക്തിപൂർവ്വം എടുക്കുന്ന തീരുമാനങ്ങളും കഠിനാധ്വാനവും മറ്റുമാണ് ഒരു വ്യക്തിയുടെ ജീവിതം ഭദ്രമാക്കുന്നതെന്നായിരുന്നു ഇതുവരെ വിശ്വസിച്ചിരുന്നത്. ഇന്നിപ്പോൾ ജീവിതത്തിൻ്റെ സൂത്രധാരൻ വിധി മാത്രമാണെന്ന് തോന്നിപ്പോകുന്നു. സ്ത്രീയെ അടിമയായി കരുതുന്ന സമൂഹത്തിനെതിരെയുള്ള തൻ്റെ ജീവിതം സമരം വിജയിച്ചുവെന്ന് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുമോ? ജീവിതത്തിൻ്റെ മാറ്റിടിക്കുന്നത് നേട്ടങ്ങളാണ്. പക്ഷെ താൻ നേടിയത് വ്യർത്ഥമായ ഈ ജീവിതം മാത്രം, തൻ്റെ ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന ശൂന്യത മാത്രം. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം ഒരു കളിപ്പാവയെപ്പോലെ ജീവിക്കാൻ തയ്യാറായ അമ്മയുടെയും ചേച്ചിയുടെയും ഭീരുത്വത്തെ പരിഹസിച്ചിരുന്ന തനിക്കിപ്പോൾ അവരുടെ ജീവിത സത്യയെ മറ്റൊരു കാഴ്ചയിലൂടെ കാണാൻ കഴിയുന്നു. അടിമത്തത്തിൻ്റെ കാൽത്തൂണുകളിൽ അവരെ തളച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ സ്നേഹമെന്ന വികാരത്തിൻ്റേതായിരുന്നെന്ന് മനസ്സിലാകുന്നു. അവർ എന്നും ഭയപ്പെട്ടിരുന്നത് താനിപ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയാണെന്നും. സ്ത്രീയുടെ ഏറ്റവും ശക്തമായ തീവ്രഭാവം അമ്മയുടേതാണ്. മനസ്സിലെ താരാട്ടിൻ്റെ ഈണം നിലച്ചാൽ അവൾ തകർന്നു പോകും. തന്നെപ്പോലെ ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും പിൻബലമില്ലെങ്കിൽ പുരാണങ്ങളിലെ കഥാനായികകളെ പോലെ ദുഃഖപുത്രികളായി സമൂഹത്തിൻ്റെ പിൻനിരകളിലേക്ക് ഒതുങ്ങാനല്ലാതെ സ്ത്രീക്ക് മറ്റു മാർഗമില്ലെന്ന് പോലും തോന്നി തുടങ്ങിയിരിക്കുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ടാൽ ഏതു മനുഷ്യ മനസ്സാണ് തകർന്നു പോകാത്തത്? ഞാനിപ്പോൾ ഒരമ്മ മാത്രമാണ്. ലോകത്തിൻ്റെ മുഴുവൻ വാത്സല്യവും നെഞ്ചിൽ ശേഖരിച്ചു വെച്ച് കാത്തിരിക്കുന്ന ഒരമ്മ. ഉമ്മയുടെ മനസ്സ് മന്ത്രിച്ചു. നീറുന്ന കണ്ണുകൾക്കിനി പിടിച്ചു നിൽക്കാനാകില്ല. കരയണം, പൊട്ടിക്കരയണം. കണ്ണിയിലെ നനവ് പടർന്ന് നെഞ്ചിലെ കനലുകൾ അണയും വരെ. വാതിക്കൽ ആരുടെയോ കാൽപെരുമാറ്റം. ഉമ്മേ. ചിരപരിചിതമായ സ്വരം. അത് തുളസിയുടേതല്ലേ? തുളസി ഇപ്പോൾ ഇവിടെ? എല്ലാം തൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തി മാത്രമോ? ഇഗരൻ മിഴികളൊപ്പി ആകാംക്ഷയോടെ ഉമ്മ വാതിക്കലിലേക്ക് നോക്കി. വന്നിരിക്കുന്നത് തുളസി തന്നെ. അനുകമ്പാർത്ഥമായ അവളുടെ മുഖം. ഒരു നിമിഷം രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു. ഓടിയടുത്തെത്തി ഉമ്മയെ ഗാഢമായ ആലിംഗനത്തിൽ ബന്ധിച്ചുകൊണ്ട് തുളസി പറഞ്ഞു, ഓ എൻ്റെ ഉമ്മേ, നീ എന്തുമാത്രം ക്ഷീണിച്ചുപോയി. നോക്ക്, നിന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നുവെന്ന് കരുതിക്കോ. ഞാനൊരു സന്തോഷവാർത്തയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോഴും ഉമ്മയുടെ മുഖത്ത് ഒട്ടും പ്രകാശമില്ലായിരുന്നു. ചേതനയാകെ മരവിച്ചതുപോലുള്ള ഭാവം. വന്ദനയുണ്ട് എൻ്റെ കൂടെ, തുളസി പറഞ്ഞു. ഉമ്മയുടെ മുഖത്ത് അവിശ്വാസം പരക്കുന്നത് കണ്ടപ്പോൾ തുളസി പറഞ്ഞു, സത്യമാണ്, അവൾ പുറത്തു നിൽക്കുന്നുണ്ട്. നിന്റെ അടുത്ത് വരാൻ അവൾക്കൊരു മടി. പിന്നെ നീ ശകാരിച്ചാലോ എന്ന ഭയവുമുണ്ട്. നടന്ന സംഭവങ്ങളൊക്കെ തുളസി ആൻറ്റി അമ്മയെ പറഞ്ഞു കേൾപ്പിക്കണം. എന്നിട്ട് എനിക്ക് അമ്മയുടെ മുന്നിൽ വരാൻ ധൈര്യമുള്ളൂ എന്ന് പറഞ്ഞെന്നെ മുൻപേ വിട്ടിരിക്കുകയാണ്. വന്ദനയെ കാണാൻ ഉമ്മയുടെ മനസ്സ് തുടിച്ചെങ്കിലും വീണ്ടും ആശങ്കകളുടെ മലവെള്ളപ്പാച്ചിൽ. തന്നെ ഒന്ന് വെറുതെ സന്ദർശിക്കാൻ വന്നതാണ് അവൾ. വീണ്ടും വിഷത്തിൻ്റെ അരികിലേക്ക് തന്നെ മടങ്ങാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ നിന്റെ മുഖം എന്താ തെളിയാത്തത്? ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ പ്രശ്നമൊക്കെ അവസാനിച്ചെന്ന്. സ്നേഹിതയുടെ കവിളിൽ മൃദുവായെന്ന് തട്ടിയിട്ട് വിടർന്ന ചിരിയോടെ തുളസി തുടർന്നു. ഞാനെല്ലാം പറയാം, നടന്നതെല്ലാം. വന്ദന നിന്നെ ഉപേക്ഷിച്ചിറങ്ങിയതു മുതൽ വന്ദന മകളാണെന്നറിഞ്ഞ വിശ്വം അവളെ നിനക്കെതിരെ തിരിക്കാനുള്ള ശ്രമത്തിലായിരുന്നല്ലോ. വാത്സല്യനിധിയായ അച്ഛനാണെന്ന് പറഞ്ഞ് വന്ദന തെറ്റിദ്ധരിക്കുകയും ചെയ്തു. വിശ്വത്തിൻ്റെ കൂടെ അവൾ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ടാണല്ലോ. വിശ്വത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഒറ്റയ്ക്കൊരു വീട്ടിൽ ദുഃഖിച്ച് കഴിയുകയാണെന്ന് അവൾ വിശ്വസിച്ചിരുന്ന പാവ അച്ഛൻ രണ്ടാം ഭാര്യയും കുട്ടികളുമൊത്ത് സസുഖം ജീവിക്കുകയാണെന്ന് അറിയുന്നത്. കഴിഞ്ഞ 6-7 ദിവസം കൊണ്ട് സ്വന്തം അച്ഛൻ്റെ തനിനിറം എന്തെന്ന് അവൾ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്തു. ആശ്രമത്തിലേക്ക് പുറപ്പെടും മുൻപ്
നീ എഴുതിയ കത്ത് കിട്ടിയ ഉടനെ വെങ്കടേഷും ഞാനും കൂടി വിശ്വത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞങ്ങളെ കണ്ടപ്പോൾ വിശ്വത്തിനൊരു സ്വച്ഛാധികാരിയുടെ ഗർവമായിരുന്നു. ഉമാദേവി ദൂതനയച്ചതാണോ എന്ന് ചോദിച്ച അയാൾ ഞങ്ങളെ പരിഹസിച്ചു. നിന്നെയാണ് അയാൾക്ക് കാണേണ്ടത് പോലും, അവളോട് നേരിട്ട് വരാൻ പറ എന്നായി അയാൾ. നിങ്ങൾ അവളെ വേണ്ടത്ര ദ്രോഹിച്ചിട്ടില്ലേ, ഇനിയെങ്കിലും ആ പാവത്തിനെ വെറുതെ വിട്ടുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അവളും ഞാനും തമ്മിൽ ചില കണക്കുകൂട്ടൽ തീർക്കാനുണ്ട് എന്നയാൾ പറഞ്ഞു. എന്ത് കണക്കുകൾ? ഞാൻ ചോദിച്ചു. അന്ന് അവൾ എൻ്റെ കയ്യിൽ നിന്നും പറിച്ചുകൊണ്ടുപോയ 2 ലക്ഷം രൂപയുടെ കണക്ക്. 10-12 വർഷത്തെ പലിശയും ചേർത്താൽ ഒരു 8 ലക്ഷം അയാൾ പറഞ്ഞു. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചപ്പോൾ, ഇതെൻ്റെ മകളല്ലേ, എൻ്റെ സ്വത്ത്, ഇവളെ ഞാൻ വിട്ടു തരണമെങ്കിൽ എനിക്ക് ആ തുക കിട്ടണം എന്നായിരുന്നു മറുപടി. പണം കിട്ടിയാൽ നിങ്ങൾ വന്ദനയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. മദ്യത്തിൻ്റെ ലഹരിയിലായതുകൊണ്ടാകാം മനസ്സിലെ നിഗൂഢ ചിന്തകൾ അയാളുടെ നാവിൽ നിന്ന് വഴുതി വീണത്. ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പിന്നെന്തിനാണെന്ന് അയാൾ ചോദിച്ചു. ഭാവനയിൽ പൂവിട്ട് പൂജിച്ചിരുന്ന അച്ഛൻ്റെ ഒരു ചെറിയ അംശം പോലും വിശ്വമെന്ന മനുഷ്യരിലില്ലെന്ന് വന്ദനയ്ക്കപ്പോൾ തീർത്തും ബോധ്യമായി കാണും. ഇതെല്ലാം കേട്ട് നിന്നിരുന്ന ഹേമാംബിക വന്ദനയോട് കരഞ്ഞപേക്ഷിച്ചു. ഞങ്ങളുടെ ജീവിതം ഈ മനുഷ്യൻ നശിപ്പിച്ചു കഴിഞ്ഞു, മോളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂവെന്ന്. അയാളപ്പോൾ ഹേമാംബികയുടെ നേരെ തിരിഞ്ഞു. അവരുടെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ഒരു മുറിയിലിട്ടടച്ചു. ഇത് കണ്ട് ഭയന്ന് വിറയ്ക്കുകയായിരുന്നു വന്ദന. വരൂ ആൻറ്റി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെക്കാൾ മുമ്പേ ടാക്സിക്കകത്ത് ഓടിക്കയറിയത് അവളാണ്. വിശ്വത്തിന് തടുക്കാൻ പോലും കഴിയും മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു വിധത്തിൽ തടി തപ്പിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് 2 ദിവസം മുൻപ് ഞാൻ ചന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അയാൾ നെയ്യാറ്റിൻകര ബ്രാഞ്ചിലാണ്. പുതിയ കച്ചവടമൊക്കെ പൊളിഞ്ഞ് വിശ്വം കഴുത്തോളം കടത്തിലാണെന്നാണ് അയാൾ പറഞ്ഞത്. വന്ദനയെ വിശ്വം നല്ല വാക്ക് പറഞ്ഞ് മയക്കിക്കൊണ്ടു പോയത് ഈ ഉദ്ദേശമെന്ന് വ്യക്തമാണ്. മധുവുമായി നിനക്കുണ്ടാകാൻ പോകുന്ന ബന്ധത്തെക്കുറിച്ച് കൂടി ചെയ്തപ്പോൾ വില പേശി നല്ലൊരു തുക നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് അയാൾ കരുതി കാണും. അവളിവിടെ ഉദ്യോഗത്തോടെ അന്വേഷിച്ചു. ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. തുളസി പുറത്തേക്കിറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ സന്തോഷാശ്രുകൾ കൊണ്ട് ഈറനായ കണ്ണുകൾ മൂടൽമഞ്ഞു എന്ന പോലെ വന്ദനയുടെ മുഖം. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ ഉമ്മയുടെ മാറിൽ തല ചായ്ച്ചു. കുറ്റബോധം അവളെ നന്നേ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, സോറി, വെരി സോറി. സാരമില്ല, ഒന്നും സാരമില്ല. വന്ദനയെ സ്വന്തം ശരീരത്തോട് ചേർത്തണച്ചുകൊണ്ട് അവളുടെ ശിരസിൽ കവിൾ ചേർന്ന് ഉമ്മ നിവൃത്തിയിൽ ലയിച്ചു നിന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ ഉമ്മയുടെ കരവലയിൽ നിന്നും വിമോചിതയായി വന്ദന പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. മുറിക്ക് പുറത്തേക്ക് ഓടിപ്പോയി അവൾ മടങ്ങി വന്നത് മധുസാറിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഒരു കുസൃതി ചിരിയോടെ മധുവങ്കിളിൻ്റെ മുഖത്ത് നോക്കി. കണ്ണൊന്ന് ചിമ്മി അടച്ചിട്ട് വന്ദന അദ്ദേഹത്തിൻ്റെ കൈത്തലം ഉമ്മയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഉമ്മ, വന്ദന, മധു, ആ ഹൃദയങ്ങൾ അപ്പോൾ ഒന്നാവുകയായിരുന്നു. ആ ആത്മസംഗമത്തിന് സാക്ഷികളായി അവർക്ക് മനസ്സാ സകല മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് തുളസിയും സുശീല ടീച്ചറും ജാനു ഉമ്മയും വാതിക്കൽ നിന്നു. ഒരു യജ്ഞത്തിൻ്റെ ശുഭസൂചകമായ അന്ത്യം കുറിക്കാൻ എന്ന പോലെ ആശ്രമത്തിലെ ക്ഷേത്രാങ്കണത്തിൽ നിന്നും മണിനാഥം മുഴങ്ങിക്കൊണ്ടിരുന്നു. നോവൽ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.